സഹൃദയരെ, കലാസ്നേഹികളെ, വിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കഥ. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്നേറ്റുപറഞ്ഞ് ധീരമായ രക്തസാക്ഷിത്വം വരിച്ച ആ മഹാത്യാഗിയുടെ സംഭവ ബഹുലമായ ജീവിതകഥ. ക്രിസ്തുവർഷം 52. 1973 വർഷങ്ങൾക്കപ്പുറം ക്രിസ്തു സന്ദേശവുമായി കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി അനേകായിരം പേരെ ക്രിസ്തുമാർഗത്തിലൂടെ നയിച്ച ആ മഹാത്യാഗിയുടെ നിണമണിഞ്ഞ വഴിയിലൂടെ വിശ്വാസത്തിന്റെ വിളക്കുമായി നമുക്ക് മുന്നേറാം. ഞങ്ങൾ സവിനയം അവതരിപ്പിക്കുന്നു വിശ്വാസത്തിന്റെ വഴിവിളക്ക്. തോമസ്, ഗുരുവേ, നാഥ, ഞാൻ അങ്ങയുടെ സാന്നിധ്യം അറിയുന്നു. അങ്ങ് കൽപ്പിച്ചാലും നാഥ. തോമസ്, ഞാനാകുന്ന സത്യം ലോകത്തെ അറിയിക്കുവാൻ ഞാൻ നിന്നെ ലോകത്തിന്റെ അതിരുകളിലേക്ക് അയക്കുന്നു. ഗുരുവേ, നാഥ, ഞാൻ അങ്ങയെ സംശയിച്ചവനാണ്. ഞാനൊരു പാപിയാണ്. തോമസ്, സംശയങ്ങൾ മാനുഷികമാണ്, എന്നാൽ വിശ്വാസം അവയെ അതിജീവിക്കും. തോമസ്, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ നൽകി. എൻ്റെ സ്നേഹം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും. എൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം നീ ലോകത്തിൻ്റെ അതിരോളം പോയി പ്രഘോഷിക്കുന്നു. ഗുരു, ഞാൻ വെറും ഒരു മുക്കുവനാണ്. എനിക്ക് അവിടുത്തെ ഭാഷകൾ അറിയില്ല, വഴികൾ അജ്ഞാതമാണ്. എനിക്കിതെങ്ങനെ കഴിയും? തോമസ്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. എൻ്റെ ആത്മാവ് നിന്നെ നയിക്കും. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാട്ടിക്കുട്ടിയെ പോലെ ഞാൻ നിന്നെ അയക്കുന്നു. ലോകമെങ്ങും പോയി നീ എൻ്റെ സുവിശേഷം അറിയിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നിന്റെ സ്നേഹ സന്ദേശവുമായി അതിരുകൾ താണ്ടി ഞാനിതാ പോകുന്നു. വരുവിൻ, വരുവിൻ, നല്ല നാളികേരം വാങ്ങുവിൻ. ഒരു കൂട്ടരെ വാങ്ങുവിൻ, വാങ്ങുവിൻ. നല്ല കുരുമുളക്. കച്ചവടക്കാരാ, ഇത് വാങ്ങുവിൻ. ഇത് മേൽത്തരമാണ്. ഇദ്ദേഹം ആരാണ്? മുമ്പ് ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഏതോ പരദേശിയാണെന്നാണ് മുമ്പൻ. എന്റെ പ്രിയരെ, ഈ മനോഹര ദേശത്ത് കാലുകുത്താൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ കടലുകൾ താണ്ടി ഇവിടെ എത്തിയത് നിങ്ങൾ ഇന്നുവരെ കേൾക്കാത്ത സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും നിത്യജീവന്റെയും സന്ദേശവുമായാണ്. അങ്ങ് ആരാണ്? അങ്ങ് ആരെക്കുറിച്ചാണ് പറയുന്നത്? എന്റെ പേര് തോമസ്. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനായി കുരിശിൽ മരിച്ച് 3-ാം നാൾ മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. യേശുവോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേവന്മാർ, പിന്നെ എന്തിനാണ് വേറൊരു ദൈവം? നോക്കൂ ജനമേ, ഈ ലോകത്തെയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനാണ് ദൈവം. ആ ദൈവത്തിന്റെ പുത്രനാണ് യേശു. അവൻ സ്നേഹമാണ്, സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ്. നീ പറയുന്നത് ഒന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിന്റെ ദൈവത്തെ സ്വീകരിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യേശുവിൽ വിശ്വസിക്കുക, സ്നാനം സ്വീകരിക്കുക, ഒരു പുതിയ മനുഷ്യനായി തീരുക. ഹായ് ഹായ്, എന്താ ഇവിടെ നടക്കണേ? ആരാ ഈ കൊശവൻ? തിരുമേനി, ഏതോ പരദേശിയാണെന്ന് തോന്നുന്നു. ഹായ്, എന്താ നടക്കുന്നത്? അന്യമതം പ്രേരിപ്പിക്കുകയോ? അതിവിടെ നടക്കില്ല. എന്തേ? എന്റെ മകനെ,
നീ എന്നെ വിട്ടുപോയോ? ഈ അപ്പനെ എങ്ങനെ സഹിക്കും? ആ, ഇനി ഈ അപ്പനെ ആരുണ്ട് വന്നേ? അല്ലയോ ആത്മാവേ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു ദിവ്യ ചൈതന്യം നിങ്ങളിൽ ഞാൻ കാണുന്നു. ഇതിന്റെ മകനെ. അല്ലയോ പരദേശി, നിന്റെ ദൈവത്തിന് ഇവനെ ജീവിപ്പിക്കാൻ കഴിയുമോ? ഇവനെ ജീവിപ്പിച്ചാൽ ഞങ്ങൾ നിന്റെ ദൈവത്തിൽ വിശ്വസിക്കാം. എന്തുട്ടാ നീ പറയണേ? മരിച്ചവരെ ജീവിപ്പിക്കോ? അസാധ്യം. നോമെന്ന് കാണട്ടെ. എന്നാ ശങ്കര? എന്റെ ദൈവമേ, എന്റെ ഗുരു, നീ ജനങ്ങൾ നിന്നെ വിശ്വസിപ്പാനായി അത്ഭുതങ്ങളും അടയാളങ്ങളും ചോദിക്കുന്നു. കർത്താവേ, നീ ദാസനെ ഏൽപ്പിച്ചവനും വിധവയുടെ മകന് ജീവൻ നൽകിയവനുമാണ്. ഈ ജനം നിന്നെ വിശ്വസിപ്പാനായി നീ എന്നിലൂടെ പ്രവർത്തിക്കണമേ. തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. അത്ഭുത
സത്യമാണ്. ഇവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ഗുരു, ഞാൻ അങ്ങയുടെ ദൈവത്തെ വിശ്വസിക്കുന്നു. അങ്ങ് എന്റെ പുത്രന് ജീവൻ നൽകി. ഞാൻ മാത്രമല്ല, ഈ തുറ മുഴുവനും അങ്ങയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ തോമാസ് ലീഹായുടെ നേതൃത്വത്തിൽ കേരളക്കരയിൽ കൊടുങ്ങല്ലൂരും കോട്ടക്കാവും നിരണത്തും കൊല്ലത്തും കോക്കമംഗലത്തും നിരവധി കുടുംബങ്ങൾ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച് ജ്ഞാനസ്നാനം കൈക്കൊണ്ടു. ഇത് സവർണ വിഭാഗങ്ങളുടെ ഇടയിൽ ശക്തമായ എതിർപ്പിന് കാരണമായി. അവർ പലയിടങ്ങളിലും സംഘം ചേർന്ന് ആലോചന തുടങ്ങി. ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകണം. ഇനിയും നീട്ടിക്കൊണ്ട് പോയാൽ അത്യാപത്താണ്. എന്ത് തീരുമാനം? ഇനി വേറൊരു തീരുമാനമില്ല. ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുത്തു വച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് മാത്രം ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഒരു പ്രശ്നം ഉണ്ടായാൽ സഭ കൂടി തീരുമാനമെടുക്കണം. അതാണ് നിയമം. അത് എവിടുത്തെ നിയമം? വ്യക്തിപരമായ തീരുമാനമെടുക്കുവാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. എന്തേ? എന്താ ഇപ്പോഴത്തെ പ്രശ്നം? മതം മാറ്റം, അത് തന്നെ പ്രശ്നം. മതം മാറ്റമോ? നിങ്ങൾ തെളിച്ചു പറയുക. ഞാൻ പറയാം. തോമസ് എന്ന ഒരു വിദേശി നമ്മുടെ നാട്ടിൽ വന്നിരിക്കണോ? ആ ഏഷ്യൻ നാട്ടിലുള്ള ബ്രാഹ്മണരെ മുഴുവൻ മതം മാറ്റണോ? അത്ര തന്നെ. ബ്രാഹ്മണരെ മാത്രമല്ല, കീഴ്ജാതിക്കാരെയും മതം മാറ്റുന്നുണ്ട് ആ ശുംഭൻ. അങ്ങനെ അധിക്ഷേപിക്കാൻ വരട്ടെ. ഈ മതം മാറി എന്ന് പറയുന്നവർ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറിയതാണ്. അദ്ദേഹം ആരെയും നിർബന്ധിച്ചിട്ടില്ല. ഓ, സംശയമുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കുക. അദ്ദേഹം ഒരു പുതിയ മാർഗം പറഞ്ഞു തന്നു. ക്രിസ്തുമാർഗം. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം. താല്പര്യമുള്ളവർക്ക് അദ്ദേഹം സ്നാനം നൽകി. അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ വിദ്വാൻ വല്ല കച്ചവടവും നടത്തുന്നുണ്ടോ? ഇല്ല. കച്ചവടം നടത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ വിദ്വാൻ വന്നത്? അദ്ദേഹം ഒരു ശില്പിയാണ്. രാജാവിന് കൊട്ടാരം പണിയാൻ വന്നതാണ്. ശുദ്ധ അസംബന്ധം. ആ എബിനെ കുറിച്ച് നാം നന്നായി പഠിച്ചിരിക്കണോ? ഇവിടെ ഈ പാലയൂര് മാത്രമല്ല, കൊടുങ്ങല്ലൂരും ഒട്ടക്കാവിലും കൊല്ലത്തും നിരണത്തും കോക്കമംഗലത്തും എല്ലാം മതം മാറ്റം തകൃതിയായി നടക്കണോ? അങ്ങനെ അദ്ദേഹം ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തെ കുറിച്ചോ? ഏത് ദൈവം? യേശു ക്രിസ്തു. യേശു ക്രിസ്തുവോ? അങ്ങനൊരു ദൈവത്തെ കുറിച്ച് ഓം ഇതുവരെ കേട്ടില്ലല്ലോ. അങ്ങനെ ഒരു ദൈവവുമുണ്ട്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ജനിച്ചു വളർന്ന് പാപികൾക്ക് വേണ്ടി മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് വെറും കേട്ടതാണല്ലോ. നിങ്ങൾ ആരെങ്കിലും ഈ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എങ്കിൽ നോം ഒന്ന് അങ്ങോട്ട് ചോദിക്കാം. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അല്ല, അത് പിന്നെ അദ്ദേഹം വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്നു. നമ്മുടെ ചന്തയിൽ വെച്ച് മരിച്ച ഒരാളെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അതിനും നോം സാക്ഷിയാണ്. പിന്നെ പാലൂരിലെ ക്ഷേത്രക്കുളത്തിലെ വെള്ളം മുകളിലേക്ക് എറിഞ്ഞ് വായുവിൽ അങ്ങോട്ട് നിർത്തിയിരിക്കണു. ശിവ, ഏതാണോ നോം കേൾക്കണത്? അത് വെറും കെട്ടുകഥയാണ്. അങ്ങനെ ആ ഏഷ്യൻ അശുദ്ധാക്കിയ കുളത്തിൽ നോമിനി കുളിക്കില്ല. ആ ശുംഭനെ കൊണ്ടുള്ള ശല്യം വല്ലാതെ കൂടിയിരിക്കണോ? അവനെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കുന്ന കാര്യം ഒന്ന് ചെയ്യണം. നോം അതിനെ കുറിച്ച് ആലോചിക്കാം. എന്തേ? പിന്നെ ഒരു കാര്യം കൂടി. എന്തേ? ഈ ക്രിസ്തുദൈവത്തെ വിശ്വസിച്ച് മാർഗം കൂടിയിരിക്കണം പകലോമറ്റം ശങ്കരപുരി കള്ളിക്കാർ പുള്ളിക്കാരെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കണം. നോം അതിനെ കുറിച്ച് ആലോചിക്കാം. എന്തേ? എന്നാൽ ഞങ്ങൾ ഇറങ്ങുകയാണ്. അമ്മാത്ത് ഒന്ന് കയറണം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ? അതേ അമ്മേ. എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ നമുക്കും ഒരാഗ്രഹം. നിങ്ങൾ പറഞ്ഞ യേശുക്രിസ്തു എന്ന ദൈവത്തെ അറിയാൻ. തന്റെ സുവിശേഷ
ബോധവൽക്കരണത്തിലൂടെ അനേകായിരം പേരെ ക്രിസ്തുമാർഗത്തിലൂടെ നയിച്ച തോമസ് ലീഹ കേരളത്തിൽ 7 പള്ളികൾ സ്ഥാപിച്ചു. ക്രിസ്തു വിശ്വാസത്തിന്റെ അടിത്തറ പാതി മൈലാപ്പൂരിലേക്ക് യാത്രയായി. തോമസ് ലീഹ അഴിച്ചുവിട്ട വിശ്വാസ കൊടുങ്കാറ്റ് ആടിവിളഞ്ഞ ജാതിക്കോമരങ്ങൾ തോമസ് ലീഹായെ പിന്തുടർന്നു. തുടർന്ന് കാണുക. ഇങ്ങനെ പോയാൽ നമ്മുടെ കുലം, പാരമ്പര്യം, സമുദായം എല്ലാം നശിക്കാൻ പോകണോ? ഇത് അനുവദിച്ചു കൂടാ. ആ ശുംഭനെ വധിക്കണം. അവനിപ്പോ മൈലാപ്പൂരിലേക്ക് പോയതൊരു ശ്രുതിയുണ്ട്. എന്നാൽ കാര്യം എളുപ്പമായി. അവിടെ പോയി വധിക്കണം. എന്റെ ദൈവമേ, എന്റെ നാഥ, മലയാളക്കരയിൽ ഞാൻ നിനക്കായി ഒട്ടേറെ ഭവനങ്ങൾ നിർമ്മിച്ചു. ഇതാ ഈ മൈലാപ്പൂരിൽ എത്തിയിരിക്കുന്നു. നിന്റെ സ്നേഹത്തിന്റെ സന്ദേശം ഞാൻ ഇവിടെയും പറഞ്ഞു നൽകും. നീ അനുവദിച്ചാൽ. ദൈവമേ, നിനക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ നീ എന്നെ തെരഞ്ഞെടുത്തതിൽ നിങ്ങളുടെ ദാസനായ ഞാൻ സന്തോഷം. അതാ എന്നെ സ്നേഹത്തിന്റെ വിത്തുകൾ ഈ മണ്ണിക്കാൻ ഉദ്ധരിക്കുന്നു. എന്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ പണിത ഈ അടിത്തറയിൽ നിന്ന് 1000 പള്ളികൾ ഉയരും. അതിന് ഞാൻ നിമിത്തം മാത്രം. ഗുരു, ഗുരു, എന്റെ ആത്മാവിനെ സ്വീകരിച്ചാൽ ഞാൻ എന്റെ നാഥന്റെ സന്നിധി തേടി യാത്രയാകും. ഇരുളും വെളിച്ചവും മാറിമറിഞ്ഞ കാലഘട്ടത്തിലൂടെയുള്ള തോമസ് ലീഹായുടെ ജീവിതയാത്ര ഇവിടെ പര്യവസാനിക്കുന്നു. ഭാരതത്തിന്റെ ഹൃദയഭൂമി സംശയത്തിന്റെ കരിനിഴലിൽ വിശ്വാസത്തിന്റെ ദീപശില ജ്വലിപ്പിച്ച് സത്യത്തിന്റെ അക്ഷയവിത്തുകൾ പാകിയ ആ മഹാനുഭാവന്റെ ജീവിതയാത്ര വെറുമൊരു ഓർമ്മപ്പെടുത്തലല്ല, മറിച്ച് തലമുറകളിലേക്ക് പടർന്ന ഒരു ഉജ്ജ്വല പ്രകാശമാണ്.